ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. Hello students, welcome to Mastermind Education online classes. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ തീർന്നു, നമ്മളിനി എക്സാമിലോട്ട് പോവാണ് അല്ലേ? അപ്പോൾ നമുക്കിനി പഠിക്കേണ്ട കാര്യങ്ങൾ, എക്സാമിന് എങ്ങനെയൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജി. അപ്പോൾ 3 മണിക്കൂറാണ് നമ്മുടെ എക്സാം വരുന്നത്. ആ 3 മണിക്കൂർ എക്സാമിൽ നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അതിൻ്റെ വെയിറ്റേജ് പഠിക്കാം. അതായത് ഏത് ചാപ്റ്ററിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ്? ഡൈവേഴ്സിറ്റി ആൻഡ് ഇവല്യൂഷൻ ഓഫ് ലൈഫ്. ഡൈവേഴ്സിറ്റി ആൻഡ് ഇവല്യൂഷൻ ഓഫ് ലൈഫ്, ഈ ഒരു മൊഡ്യൂള് അതിന് 12 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററും അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ നമുക്ക് ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ 26 വെയിറ്റേജ്, 26 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിന് മാത്രം നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ അത് നോക്കുക, ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പോൾ 26 ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു മൊഡ്യൂളാണിത്. പിന്നെ വരുന്നത് ഏതാണ്? റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി. റീപ്രൊഡക്ഷനും ഹെറിഡിറ്ററിയും. ഓക്കെ, അതിൽ 22 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, ജെനറ്റിക്സ് ഒക്കെ അതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ് അതൊക്കെ ആ ഒരു മൊഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്, 2 മൊഡ്യൂൾസാണിത്. അത് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. നെക്സ്റ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്. അത് നമുക്ക് എസ്സേ പോലെ പഠിക്കാൻ പറ്റിയൊരിതാണ്. എസ്സേ ടൈപ്പ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിനൊക്കെ അതിൽ നിന്ന് ചോദിക്കും ആ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, 13 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. 13 മാർക്കിനാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 5ാമത്തെ എമർജിങ് ഏരിയാസ് ഇൻ ബയോളജി. അത് നമ്മുടെ ബയോടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, ലാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ബയോടെക്നോളജി വരുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ 7 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമിന് പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു വെയിറ്റേജ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതനുസരിച്ചിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ഇതാണ്. അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം, നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് നിങ്ങൾ പഠിക്കണം. സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. ഓക്കെ, അല്ലാതെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യേ കൂട്ടി എല്ലാം കൂടെ പഠിച്ചിട്ട് കാര്യമല്ല. അതിന് 7 മാർക്കിന് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൊഡ്യൂൾസ് എല്ലാം ഇതിൽ ക്ലിയർ ആയിട്ട് വെയിറ്റേജ് അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ള. ഫസ്റ്റ് വൺ, ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 43 ക്വസ്റ്റ്യൻസ് ഇൻ ടോട്ടൽ. അപ്പോൾ 43 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നിങ്ങൾക്ക് ഉള്ളത്. 43 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 3 മണിക്കൂറാണ് അത് ആൻസർ ചെയ്യാനുള്ളത്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? കമ്പൽസറി ആണ്, ഒരു ക്വസ്റ്റ്യൻസും വിടാൻ പാടില്ല. മാർക്സ് ആർ ഗിവൻ അഗെയിൻസ്റ്റ് ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും നേരെ എന്താണ് അതിന് കിട്ടുന്ന മാർക്ക്, അതിൻ്റെ ഉത്തരത്തിന് കിട്ടുന്ന മാർക്ക്
കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ എ, അപ്പൊ 3 സെക്ഷൻ ആയിട്ടാണ് കേട്ടോ. ഓക്കെ, 2 സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ സെക്ഷൻ എയിൽ എന്താണ്? സെക്ഷൻ എയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കും, ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സെക്ഷൻ എ കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്പർ 1 to 16. ഓക്കെ, അപ്പോൾ സെക്ഷൻ എയിൽ എങ്ങനെയാണ് വരുന്നത്? 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിലാണ് വരുന്നത്. അതെങ്ങനെയായിരിക്കും? മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്യാരിയിങ് 1 മാർക്ക് ഈച്ച്, ഓരോന്നിന് എന്താണ്? ഓരോ മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത്. സെലക്ട് ആൻഡ് റൈറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ 4 ഓപ്ഷൻ given in each of these questions. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ്, ഓരോ 4 ഓപ്ഷൻസ് വീതം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇതാണ് ഒരു കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ, ശരിയായിട്ടുള്ള ആൻസർ മാത്രം നമ്മൾ എന്താണ് ടിക്ക് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, എഴുതണം. ആ 4 ഓപ്ഷന് ശരിയായിട്ടുള്ള ആൻസർ നമ്മൾ എഴുതണം. An internal choice has been provided in some of these questions. ചില ക്വസ്റ്റ്യനിൽ എന്താണ്, 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കും. ഒരു എക്സ്ട്രാ ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, യു ഹാവ് ടു അറ്റംപ്റ്റ് ഓൺലി 1 ഓഫ് ദ ഗിവൻ ചോയ്സസ് ഇൻ സച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇനി 2ാമത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വേറൊന്നും കൂടെ തന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ 2ന്റെ ആൻസർ എനിക്ക് അറിയാലോ, 2 എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2ഉം ആൻസർ ചെയ്ത് വെക്കരുത്. ഓക്കെ, ഏതെങ്കിലും ഒന്നിനുള്ള ഉത്തരം മാത്രമേ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫസ്റ്റിലുള്ളത് അല്ലെങ്കിൽ സെക്കൻഡിലുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2ഉം നിങ്ങൾ എഴുതാൻ പാടില്ല, 2ഉം എഴുതിയിട്ട് നമ്മളെ ടൈം കളയരുത്. ഓക്കെ, അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരം ആൻസർ അറിയുന്നത്, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആൻസർ അറിയുന്നത് ഏതാണോ അത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17 to 28. 17 മുതൽ 28 എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരി 2 മാർക്ക് ഈച്ച്. ഓക്കെ, 2 മാർക്ക് ഉണ്ടായിരിക്കും. അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. വിത്ത് 2 സബ് പാർട്ട് ഓഫ് 1 ഈച്ച് മാർക്ക്. അതായത് 2 സബ് പാർട്ട് ഉണ്ട്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ഫോർ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതായത് ഓരോ ക്വസ്റ്റ്യനും എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ നൽകിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ സെക്ഷൻ എയിലുള്ള പാർട്ട് 17 മുതൽ 18 വരെ അതും മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്, പക്ഷെ 2 മാർക്ക് വീതം ഉണ്ടാവും. 2 പാർട്ടായിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ 2 മാർക്ക് വീതമാണ് അതിന് നിങ്ങൾക്ക് കിട്ടുന്നത്. സെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ സെക്ഷൻ എ അവിടെ കഴിഞ്ഞു. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് വരുന്നത്. ഓക്കെ, സെക്ഷൻ ബി കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 29 to 37. അപ്പോൾ 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ക്യാരിയിങ് 2 മാർക്ക് ഈച്ച് ടു ബി ആൻസേർഡ് ഇൻ ദ റേഞ്ച് ഓഫ് 30 to 50 വേർഡ്സ്. ഓക്കെ, അപ്പോൾ 29 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ അതെന്താണ്, ഒരു എസ്സേ പോലെ നമുക്ക് ആൻസർ അറിയും വിചാരിച്ചിട്ട് എസ്സേ പോലെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. എന്താണെന്നുണ്ടെങ്കിൽ ആ 2 മാർക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് വളരെ ചുരുക്കിയിട്ട് ഒരു 30 മുതൽ 50 വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കണം. ഓക്കെ, അത് എസ്സേ പോലെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 38 to 41. 38 മുതൽ 41 വരെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്യാരിയിങ് 3 മാർക്ക് ഈച്ച്. ഓക്കെ, അപ്പോൾ ഇതും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് അതിന് 3 മാർക്ക്. അപ്പോൾ 3 മാർക്ക് ഉണ്ടാകുമ്പോൾ എന്താണ്, നമുക്കൊരു 3-4 സെൻറ്റൻസിലൊക്കെ എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ അത് 2 മാർക്കിന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് ഒരു മാക്സിമം ഒരു
5 സെൻറ്റൻസിലൊക്കെ ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അതിന് 3 മാർക്കാണ് കിട്ടുന്നത്. 50 to 80 വേർഡ്സിൻ്റെ ഉള്ളിലാണ് അത് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 42 to 43 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് carrying 5 marks each to be answered in the range of 80 to 120 words. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എസ്സേ ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടത്? 80 മുതൽ 120 വേർഡ്സിൽ ഇപ്പോൾ ഒരു പേജൊക്കെ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഒരു പേജ് 1.5 പേജൊക്കെ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് എഴുതാതെ. അപ്പോൾ 42 മുതൽ 43 വരെ ഇങ്ങനെയാണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻ എയും സെക്ഷൻ ബിയും. സെക്ഷൻ എയിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഒബ്ജക്റ്റീവ് അല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ്. മറ്റേത് സബ്ജക്റ്റീവ്, നമ്മൾ എഴുതണം. മറ്റേത് നമ്മൾ ഓപ്ഷൻ തരുമ്പോൾ എന്താണ്, ജസ്റ്റ് ആൻസർ ചെയ്താണോ അതൊന്ന് ടിക്ക് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് എഴുതിയാൽ മതി. ബട്ട് ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഷോർട്ടായിട്ട് ആൻസർ ചെയ്യണത്. ഷോർട്ടായിട്ടുള്ളതുണ്ട്, വെരി ഷോർട്ടായിട്ടുള്ളതുണ്ട്, ഷോർട്ടായിട്ടുള്ളതുണ്ട്, ലോങ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഇതനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വായിച്ച് മനസ്സിലാക്കണം. ഒരു മിസ്റ്റേക്ക് ഒന്നും കൂടരുത് എക്സാമൊക്കെ എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാർട്ട് എ. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ എന്താ നമ്മൾ പറഞ്ഞത്? പാർട്ട് എയിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരിക്കും. ഒരു 4ഓളം എന്താണ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്പർ 1 to 16 are the objective questions of 1 mark each. അപ്പോൾ ഇതിനൊക്കെ എത്രയാ മാർക്ക് വരുന്നത്? 1 മാർക്ക്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. An internal choice has been provided in some of these questions. അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? The leaf of a plant is an example of. ലീഫ്, ഒരു പ്ലാന്റിന്റെ ലീഫ് എക്സാമ്പിൾ ഓഫ് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ. ബി ആൻ ഓർഗൻ. സി ആൻ ഓർഗൻ സിസ്റ്റം. ഡി സെൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ക്വസ്റ്റ്യൻ നോക്കുക. ലീഫ്, ഒരു പ്ലാന്റിന്റെ ലീഫ് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ. ലീഫ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണോ? അല്ല, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ അല്ല ലീഫ്. ലീഫ് എന്താണ്? പല ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് ലീഫ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ബി ആൻ ഓർഗൻ. ശരിയായിട്ടുള്ള ആൻസർ ബി ആണ്. അപ്പം അത് ആൻസർ ചെയ്യണം. ഓക്കെ, ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരു ഓർഗൻ ആണത്. ഒരു ഓർഗൻ. സി എന്തായിരുന്നു? ഒരു ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം ആണോ? അല്ല, ഓർഗൻ സിസ്റ്റം ആവണമെങ്കിൽ എന്താവണം? ലീഫ്, അതിൻ്റെ സ്റ്റെമ്മ്, ബാർക്ക് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഓർഗൻ സിസ്റ്റം ആവുന്നത്. പിന്നെ ഡി ഓപ്ഷൻ എന്തായിരുന്നു? സെൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഒരു സെല്ല് മാത്രമാണോ? അല്ല, പല സെൽസുകൾ കൂടി ചേർന്നിട്ട് പല ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓർഗൻ. ബി ആണ് റൈറ്റ് ഓപ്ഷൻ. നമുക്കിവിടെ ആൻസർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ ഏതാണ്? ബി ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അന്ന് ആലോചിച്ച് നോക്കുക. ഓരോന്നും ഇതായിരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അത് മനസ്സിലാവും കൂടുതലായിട്ട്. അപ്പോൾ ലീഫ് എന്താണോ ഫസ്റ്റിന്റെ ആൻസർ എന്താണ്? ബി ആൻ ഓർഗൻ. ഒരു ഓർഗൻ ആണ് കേട്ടോ ലീഫ്. പ്ലാന്റിലുള്ള ഒരു ഓർഗൻ. ഇപ്പം നമ്മുടെ ബോഡിയിൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ പല ഓർഗൻ ഉണ്ട്. ഓക്കെ, എൻ്റെ ഹാർട്ട് ഉണ്ട്, കിഡ്നി, ലിവർ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഹാർട്ട് എടുത്താൽ എന്താണ്? അതൊരു ഓർഗനാണ്. അതുപോലെയാണ് ലീഫ്. ഫ്ലവർ ഉണ്ട്, ബാർക്ക് ഉണ്ട്, റൂട്ട് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഓർഗനാണ് ലീഫ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ഏതാന്ന് നോക്കാം. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോവിങ് ബിലോങ് ടു പ്രോകാരിയോട്ടിക് കിങ്ഡം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും മെയിനായിട്ട് ചോദിക്കുന്നതാണ് പ്രോകാരിയോട്ടിക് കിങ്ഡത്തിൽ വരുന്നത് ഏതാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൻസർ വരുന്നത് അമീബയാണ് കേട്ടോ. ബാക്കി മൂന്നെടുത്ത് നോക്കൂ. ബി സി ഡി, ബ്ലൂ ഗ്രീൻ ആൽഗെ, ആൽഗെ, ഡയാറ്റംസ്, ഇവരെല്ലാം ഒരേ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പം അമീബയാണ് ഇതിൽ ഏറ്റവും എന്താണ് ലോ ലെവൽ ഓർഗനൈസേഷനുള്ള ഒരു പ്രോകാരിയോട്ടിക് കിങ്ഡത്തിൽ വരുന്നത് അമീബയാണ് കേട്ടോ. അത് അങ്ങോട്ട് മാറരുത്. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബ്ലൂ ഗ്രീൻ ആൽഗെ, ആൽഗെ, ഇത് രണ്ടും എന്താണ് ആൽഗയുടെ ഫാമിലി വരുന്നത്. ഡയാറ്റംസ് ഓൾസോ എന്താണ് ഒരു ആൽഗൽ ഫോം ആണ്. അപ്പൊ ഇത് മൂന്നും എന്താ വരുന്നത് ആ ഒരു ആൽഗൻ ഫാമിലിയിലാണ് വരുന്നത്. അപ്പോൾ അമീബയാണ് ഇവിടെ പ്രോകാരിയോട്ടിക് കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അമീബയുടെ സെല്ല് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റത്തെ ആ ഒരു ചാപ്റ്റർ, ഫസ്റ്റത്തെ ഒരു മൊഡ്യൂളിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. എന്താണ് അധികം സെൽ വോള് അങ്ങനെ ഉണ്ടായിരിക്കില്ല. സെൽ വോൾ ഉണ്ടായിരിക്കും. സെൽ തിക്കനിങ്, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇല്ല അമീബയ്ക്ക്. അതുപോലെ ന്യൂക്ലിയസ്, ട്രൂ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അമീബയ്ക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണത് പ്രോകാരിയോട്ടിക് കിങ്ഡത്തിൽ വരുന്നത്. ഇപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ, അതിനൊരു എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനാബീനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തായിരുന്നു ഒരു ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, മെംബ്രെയിൻ ബോണ്ട് സെൽ ഓർഗനൽസ് ഉണ്ടായിരുന്നു. സോ അവരൊന്നും എന്താണ് പ്രോകാരിയോട്ടിക് കിങ്ഡത്തിൽ പെടില്ല. ഇവിടെ അമീബ മാത്രമാണ് പ്രോകാരിയോട്ട് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസർ വരുന്നത് അമീബ. അടുത്ത ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അതെന്താ നോക്കാം. വൈ ഈസ് പാരൻകൈമ നോട്ട് എ കോംപ്ലക്സ് ടിഷ്യൂ? ബിക്കോസ് ഇറ്റ് ഹാസ് തിൻ വോൾസ്. ഓപ്ഷൻ എ എന്താണ് തിൻ വോൾസ്. ഓപ്ഷൻ ബി വൺ ടൈപ്പ് ഓഫ് സെൽസ് ഓൺലി. ഓപ്ഷൻ സി സിംഗിൾ ന്യൂക്ലിയേ. ഓപ്ഷൻ ഡി നോ തിക്കനിങ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാരൻകൈമ എന്തുകൊണ്ടാണ് ഒരു കോംപ്ലക്സ് ടിഷ്യൂ അല്ലാത്തത്? ഇപ്പോൾ നമ്മൾ പാരൻകൈമ ഒക്കെ പഠിച്ചത് എന്താണ് സിമ്പിൾ ടിഷ്യൂ, സിമ്പിൾ പ്ലാന്റ് ടിഷ്യൂലാണ് നമ്മൾ പാരൻകൈമ പഠിച്ചത്. കോംപ്ലക്സ് ടിഷ്യൂലാണ് നമ്മൾ സൈലം ഫ്ലോയൊക്കെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാരൻകൈമ എന്തുകൊണ്ടാണ് സിമ്പിൾ ടിഷ്യൂ ആയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ഓപ്ഷൻ ബി ആണ് ആൻസർ, വൺ ടൈപ്പ് ഓഫ് സെൽസ് ഓൺലി. പാരൻകൈമയിൽ എങ്ങനെയാണ് ഒരു ടൈപ്പ് സെല്ല് മാത്രമേ ഉള്ളത്. സ്ക്ലീറൻകൈമയിൽ എങ്ങനെയാണ് ഒരു ടൈപ്പ് സെല്ല് മാത്രമേ ഉള്ളത്. ബട്ട് നിങ്ങളൊരു സൈലം അല്ലെങ്കിൽ ഫ്ലോയൊക്കെ നോക്കൂ, ട്രക്കീഡ്സ്, സൈലം ട്രക്കീഡ്സ്, അതുപോലെ തന്നെ ഫൈബേഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് സെൽസ് അതിലുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടാണ് അവർ കോംപ്ലക്സ് ആയത്, പാരൻകൈമ സിമ്പിൾ ആയത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് വരുന്നത്, പാരൻകൈമ ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആവാതിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് പാരൻകൈമ ഒരു കോംപ്ലക്സ് ടിഷ്യൂ അല്ലാത്തത്? ബിക്കോസ് വൺ ടൈപ്പ് ഓഫ് സെൽസ് ഓൺലി. ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താ, ഒരേ ടൈപ്പ് സെല്ല് മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. തിൻ വോൾസ് ആയതുകൊണ്ടല്ല, സിംഗിൾ ന്യൂക്ലിയ ആയതുകൊണ്ടല്ല, നോ തിക്കനിങ്സ് ഇതുകൊണ്ടൊന്നും അല്ല. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തിൻ വോൾസ് ഇതൊക്കെ എന്താണ് നമ്മുടെ കോംപ്ലക്സ് ടിഷ്യൂവിൽ ഇതൊക്കെ ഉണ്ട്, സെയിം ഇതുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് അത് ഈ മൂന്ന് ഓപ്ഷൻ അല്ല, വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ഒരേ ടൈപ്പ് സെല്ല് മാത്രം ആയതുകൊണ്ടാണ് സിമ്പിൾ ആവാൻ കാരണം. നമ്മുടെ ഫ്ലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സൈലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഒരു ടൈപ്പ് സെല്ല് മാത്രമല്ല കാണുന്നത്, പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് കൂടിച്ചേർന്ന് ടിഷ്യൂ, ട്രക്കീഡ്സ്, ഫൈബേഴ്സ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? രണ്ടും എഴുതി വെക്കരുത്, ഏതെങ്കിലും ഒന്ന് മാത്രം. ഒന്നുകിൽ ഇതാ ആൻസർ അമീബ എഴുതുക പാർട്ട് എ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് എന്താ ബി, ഓപ്ഷൻ ബി ആൻസർ ചെയ്യുക, വൺ ടൈപ്പ് ഓഫ് സെൽസ് ഓൺലി. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഈ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഓൺലി എന്ന് മാത്രം എഴുതി വെക്കരുത്, അല്ലെങ്കിൽ ബി എന്ന് മാത്രം എഴുതി വെക്കരുത്. ഇതിൻ്റെ ഓപ്ഷൻ ബി എന്ന് കൊടുത്തിട്ട് വൺ ടൈപ്പ് ഓഫ് സെൽ ഓൺലി, ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ എഴുതി വെക്കണം. ഓക്കെ, അത് മറക്കരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ആൻസർ ഷീറ്റിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തത് ഫസ്റ്റ് എ ആണ് വരുന്നത്, മൂന്നാമത്തത് ബി ആണ് വരുന്നത്. അല്ല, രണ്ടാമത്തെ പാർട്ട് ബിയിലുള്ളത് ബി ആണ് വരുന്നത്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് അതും നമുക്ക് ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ പല ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം അറിയുന്നത് മാത്രം എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കാം. The faulty functioning of an endocrine gland can make a person very short or very tall. This gland is, okay, ഈ ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ്, അതിൻ്റെ മാൽഫങ്ഷൻ, അത് ശരിയായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ വളരെ ഷോർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ വളരെ ടോളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡ്രീനൽ ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്, അഡ്രീനൽ ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇതെല്ലാം നമ്മൾ പഠിച്ച ഗ്ലാൻഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺസ്, ഓക്കെ, ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺസ് കൊണ്ടാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്, നമ്മുടെ വലുതാവുന്നത്, നമ്മുടെ ബോഡി വണ്ണം വെക്കുന്നതും നീളം വെക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ഗ്രോത്ത് ഹോർമോൺസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ ആ ഗ്രോത്ത് ഹോർമോൺസ് ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? കറക്റ്റായിട്ട് ഗ്ലാൻസ്, എൻഡോക്രൈൻ ഗ്ലാൻസ് പഠിക്കുക, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് പഠിക്കുക, അവരുടെ ഫങ്ഷൻസ്, ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ കണ്ടോ, വൺ വേർഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതും ശരിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളത് അല്ല ചോദിച്ചിട്ടുള്ളത്. അതായത് ഗ്രോത്ത് ഹോർമോൺസ് ഏത് ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നിങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചിട്ടുള്ളത്. അതിന് പകരം എന്താണ്, ഗ്രോത്ത് ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താണോ അത് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരാൾ വളരെ ഷോർട്ടാവും, ഒരു ഗ്ലാൻഡിൻ്റെ മിസ്റ്റേക്ക്, അതായത് ഫോൾട്ടി ഫങ്ഷനിങ് കൊണ്ട് ഒരാൾ വളരെ ഷോർട്ടാവും അല്ലെങ്കിൽ വളരെ ടോളായിട്ട് മാറും. അപ്പോൾ അത് ഏത് ഗ്ലാൻഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പഠിച്ചു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺസ് പഠിച്ചു, ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്ലാൻസ് പഠിക്കണം, ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് പഠിക്കണം, ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും കൂടെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഹോർമോൺസ്, ഇവിടെ ഇതിന് കാരണം ഷോർട്ട് ആവാനും ടോൾ ആവാനൊക്കെ കാരണം എന്താണ്? ഗ്രോത്ത് ഹോർമോൺസ്. ഗ്രോത്ത് ഹോർമോൺസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡീൻ്റെ പോസ്ചറും ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ മെഡുല, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി പോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? മെഡുലയാണോ? അല്ല, സെറിബെല്ലം. ഓപ്ഷൻ ബി സെറിബെല്ലം. സെറിബെല്ലം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ ഇതാക്കുന്നത്. സെറിബ്രം എന്ന് പറയുന്നത് ചിന്ത, അതുപോലെ ബുദ്ധി, ഓർമ്മ, ഇതിൻ്റെയൊക്കെ ഒരു സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ ഈ മെഡുലയിലേക്കും പോൺസിലേക്കും നമ്മൾ പോവുകയും ചെയ്തത്, നമുക്ക് എപ്പോഴും സെറിബ്രം അല്ലെങ്കിൽ സെറിബെല്ലം ഇത് നോക്കുക. ഇത് വെച്ച് നോക്കിയിട്ട് സെറിബ്രത്തിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം, ബുദ്ധി, ചിന്ത, ഓർമ്മ അതിൻ്റെയൊക്കെയാണ്. സെറിബെല്ലം ആണ് നമ്മളുടെ ബോഡി ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി സെറിബെല്ലം എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ പിറ്റ്യൂട്ടറി ആയിരുന്നു ആൻസർ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സെറിബെല്ലം, ഓപ്ഷൻ ബി ആയിരുന്നു. ഓക്കെ, നമുക്ക് ആൻസറിൻ്റെ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാം അത് കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ ഓപ്ഷൻ എ ആയിരുന്നു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡിൽ ഓപ്ഷൻ ബി സെറിബെല്ലം ആയിരുന്നു. ഓക്കെ, ഡൗട്ടൊന്നുമില്ല എല്ലാവർക്കും?
ഓക്കെ, 4. നാലാമത്തെ ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ്, എ pollen grain in its external view is drawn here. The substance which is the chief component of its external layer is A. cellulose, B. pectin, C. protein, D. sporopollenin. ഓക്കെ, 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ആണ്. പോളൻ ഗ്രെയിനിന്റെ എക്സ്റ്റേണൽ ലെയറിന്റെ ഒരു സ്ട്രക്ചർ ആണിത്. ഓക്കെ, നമ്മൾ പഠിച്ചു പോളൻ ഗ്രെയിനിൽ 2 ലെയർ ഉണ്ട്. ഇന്റേണൽ ലെയർ ആയിട്ടുള്ള ഇൻഡൈൻ, എക്സ്റ്റേണൽ ലെയർ ആയിട്ടുള്ള എക്സൈൻ, ഇങ്ങനെ 2 ലെയർ ഉണ്ട്. അപ്പോൾ ഓരോ ലെയറും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എ വരുന്നത് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് അല്ല എക്സ്റ്റേണൽ ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ബി പെക്റ്റിൻ ആണ് വരുന്നത്. ഓക്കെ, അതുമല്ല. സി പ്രോട്ടീൻ ആണ് വരുന്നത്. പ്രോട്ടീൻ കൊണ്ടാണോ? പ്രോട്ടീൻ കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഡി സ്പോറോപൊള്ളനിൻ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഡി, ഓപ്ഷൻ ഡി സ്പോറോപൊള്ളനിൻ. നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് റെസിസ്റ്റബിൾ ആയിട്ടുള്ള ആൽക്കലൈൻ റെസിസ്റ്റൻസ് ഉണ്ട്, എല്ലാ റെസിസ്റ്റിവിറ്റിയും ഉള്ള ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊള്ളനിൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പോളൻ ഗ്രെയിനിന്റെ എക്സ്റ്റേണൽ ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ചെയ്യേണ്ടത് ഏതാണ്? സ്പോറോപൊള്ളനിൻ. സ്പോറോപൊള്ളനിൻ ആണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ഒക്കെ അന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എക്സൈൻ, സ്പോറോപൊള്ളനിൻ, ഇൻഡൈൻ, സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല എക്സാമിന് ചോദിക്കുക, ഇന്റേണൽ വോള്, ഇൻഡൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ആൻസർ ചെയ്യേണ്ടത്? വെറും സെല്ലുലോസ് മാത്രം എഴുതരുത്. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, അതുകൊണ്ടാണ് ഇന്റേണൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സ്റ്റേണൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മോസ്റ്റ് ഹാർഡ് ആയിട്ടുള്ള, മോസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ടുള്ള സ്പോറോപൊള്ളനിൻ. ഓക്കെ, അപ്പം 4ാമത്തെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആ ഒരു ഏരിയയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻ ആന്തർ ആർ നറിഷ്ഡ് ബൈ A. epidermal cells or outermost layer, B. middle layer, C. innermost layer tapetum, D. microspore mother cells. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു ആന്തറിലുള്ള ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് നറിഷ്മെന്റ് കൊടുക്കുന്ന സെൽസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോളൻ ഗ്രെയിൻസ് ആന്തറിന്റെ ഏറ്റവും ഉള്ളിൽ ആണുള്ളത്. നമ്മൾ പഠിച്ചു ആന്തറിന് 4 ഗോൾ ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. എപ്പിഡെർമൽ സെൽസ് ഔട്ടർ മോസ്റ്റ്, എൻഡോത്തീഷ്യം ഉണ്ട്, പിന്നെ മിഡിൽ ലെയർ ഉണ്ട്, അതുപോലെ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടെപ്പീറ്റം. ഇങ്ങനെ 4 ലെയർ ആണ് ആന്തർ വോളിന് ഉള്ളത്. അപ്പോൾ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടെപ്പീറ്റം സെൽസ് ആണ് ഈ ഒരു മൈക്രോസ്പോർ മദർ സെൽസുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഈ മൈക്രോസ്പോർ മദർ സെല്ലാണ് പിന്നീട് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടെപ്പീറ്റം ആണ് ഇവർക്ക് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി 3 ലെയേഴ്സിന്റെ ഫംഗ്ഷൻ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ്, അതിനാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടെപ്പീറ്റം, അതിൽ മൾട്ടിപ്പിൾ ന്യൂക്ലിയ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതുപോലെ നിറച്ച് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ ചെയ്യേണ്ടത്. സി, ഇന്നർ മോസ്റ്റ് ലെയർ ടെപ്പീറ്റം. അങ്ങനെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഇതനുസരിച്ചിട്ട് നോക്കുക, വീട്ടിൽ പോയിട്ട് നോക്കുക, ആൻസർ കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്യണം. ആൻസർ ഷീറ്റൊക്കെ ലാസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത് അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് 16 വരെയാണ് ക്വസ്റ്റ്യൻസ് എ സെക്ഷനിലുള്ളത്, എ പാർട്ടിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.